രക്ഷാപ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കി ആലപ്പുഴയുടെ തീരത്ത് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സുനാമി മോക്ക് ഡ്രിൽ അരങ്ങേറി. ഇനിയൊരു കടൽ ദുരന്തമുണ്ടായാൽ രക്ഷാക്രമീകരണങ്ങൾ ഒരുക്കുവാൻ ആലപ്പുഴ സജ്ജമാണെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട മോക്ക് ഡ്രിൽ. തിരുവനന്തപുരം കേന്ദ്രമായുള്ള സംസ്ഥാന അടിയന്തര കൃത്യനിർവഹണ കേന്ദ്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് 12:32 സാങ്കല്പിക സുനാമി ദുരന്ത മുന്നറിയിപ്പ് എത്തിയതോടെ ജില്ലാ ഭരണകൂടം രക്ഷാപ്രവർത്തനങ്ങളുടെ പ്രക്രിയകളിൽ സജീവമായി. കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിൽ ജില്ലാ കളക്ടർ ആർ ഗിരിജയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനങ്ങൾ നടത്തിയത്. ആലപ്പുഴ ബീച്ച് കേന്ദ്രമായി 250 മീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷയുടെ ഭാഗമായി ആദ്യം ഒഴിപ്പിച്ചു. പിന്നീട് സാങ്കല്പിക അപകടത്തിനിരയായവരെ പോലീസ്, എയർഫോഴ്സ്, കര, വ്യോമ, നാവിക സേനാ വിഭാഗങ്ങളുടെയും ITBP ദേശീയ ദുരന്ത പ്രതികരണ സേന എന്നിവയുടെയും മേൽനോട്ടത്തിൽ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു. സമീപത്തെ ആശുപത്രികളിലും മറ്റ് താൽക്കാലിക ആരോഗ്യ കേന്ദ്രങ്ങളിലും അടിയന്തര ചികിത്സ ഒരുക്കി. വിദേശികളും സ്കൂൾ കുട്ടികളും പ്രദേശവാസികളും പങ്കാളികളായ മോക്ക് ഡ്രില്ലിൽ KSRTCയും മറ്റ് സ്വകാര്യ വാഹനങ്ങളും തങ്ങളുടേതായ ചുമതലകൾ കൃത്യമായി നിർവഹിച്ചു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ഭക്ഷണ വിതരണവും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നടന്നു. വിവിധ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും പങ്കാളിത്തത്തോടെ നടത്തിയ മോക്ക് ഡ്രിൽ ആലപ്പുഴയുടെ തീരദേശവാസികൾക്ക് സുരക്ഷാ മുൻകരുതലിന്റെ പുത്തൻ ആത്മവിശ്വാസം പകർന്നുകൊണ്ടാണ് പര്യവസാനിച്ചത്.